ഇടയിൽ എന്തെങ്കിലും പറയാം, അങ്ങനെയാണോ? അങ്ങനല്ല മോനെ പറഞ്ഞത്. നീ ആരാണെന്ന് ഞാൻ ആരാണെന്ന് വ്യക്തമായ ബോധ്യമുണ്ട്. ലാസ്റ്റ് ഡേ തൊപ്പിയും അഖിൽമാരാറും തമ്മിൽ പൊരിഞ്ഞ സംഘർഷം നടന്നിരുന്നു. സംഘർഷത്തിന് കാരണം അനീഷിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് തൊപ്പി ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറിയും അതുപോലെ തന്നെ യൂട്യൂബിൽ ഒരു ലൈവും ഇട്ടിരുന്നു. ആദ്യം തന്നെ നമുക്ക് ആ സ്റ്റോറിയും ലൈവും ഒന്ന് കാണാം. ബിഗ് ബോസിന്റെ ഫൈനൽ വോട്ടിംഗ് ഡേ ആണ്. ഇന്ന് രാത്രി 12 മണിയോടുകൂടി വോട്ടിംഗ് അവസാനിക്കും. അപ്പൊ എവരിബഡി, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അനീഷിന് തന്നെ വോട്ട് സമർപ്പിക്കുക. തൊപ്പി അനീഷിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു കൊണ്ടൊരു വീഡിയോ ഇട്ടതിൽ ഒരു കാരണമുണ്ട്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ പറഞ്ഞത് എപ്പോഴും ബിഗ് ബോസിൽ കപ്പടിക്കുന്നത് സെലിബ്രിറ്റികളല്ലേ, ഈ തവണയെങ്കിലും സാധാരണ നിലയിലുള്ളവനും കപ്പടിക്കട്ടെ എന്ന്. അതിനുവേണ്ടി തൊപ്പി സെലക്ട് ചെയ്തത് അനീഷിന്റെ പേരാണ്. അനീഷിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അനീഷ് നല്ലൊരു മത്സരാർത്ഥിയാണ്. മാത്രമല്ല എവിടെയും നന്മമരമായി ഏതൊരു പ്രശ്നത്തിലും തലയിടാറുമുണ്ട്. എനിക്ക് കുറെ വീഡിയോ അയച്ചു തന്നു. ആ വീഡിയോ എന്ന് പറയുന്നത് തൊപ്പി അനീഷിന് വോട്ട് ചോദിക്കുന്ന വീഡിയോയാണ്. സത്യത്തിൽ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ബിഗ് ബോസ് കാണാത്ത ഒരു വിഭാഗം കാറ്റഗറിയിൽ നിന്ന്, പ്രത്യേകിച്ച് ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കുറച്ച് പേർ ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനും അല്ലെങ്കിൽ ആ ഷോയിൽ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ വരുന്നതും ഒക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതിനുള്ള കാരണം എന്താണ് എന്നുള്ളിടത്താണ് എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നിയത്. അതിൻ്റെ കാരണം തൊപ്പി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും കപ്പടിക്കുന്നത് സെലിബ്രിറ്റികളല്ലേ, ഈ തവണയെങ്കിലും സാധാരണ നിലയിലുള്ളവരും കപ്പടിക്കട്ടെ എന്ന്. അതിനുവേണ്ടി തൊപ്പി സെലക്ട് ചെയ്തത് അനീഷിൻ്റെ പേരാണെന്ന് മാത്രം. കാരണം അനീഷിനെ എല്ലാവർക്കും അറിയാലോ, എല്ലാ പ്രശ്നത്തിലും ഇടപെട്ട് ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റും കൂടിയാണ്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ളത് അനുമോളുടെ PR ആയിരുന്നു. അനുമോൾ നിലനിൽക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ PR-ന്റെ ബലത്തിലാണെന്ന് പറഞ്ഞ് വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ച മത്സരാർത്ഥികളും സഹമത്സരാർത്ഥികളും സമൂഹവും ഒക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് നേരത്തെ തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ബിഗ് ബോസിൽ ഏറ്റവും വലിയ PR ചെയ്യുന്നതിൽ ഒരാളാണ് അനീഷ് എന്നുള്ളത്. കാരണം ഞാൻ ഫേസ്ബുക്കിൽ ധാരാളം അനീഷ് മാത്രമല്ല PR ചെയ്യുന്നത്, ഒട്ടുമിക്ക കണ്ടസ്റ്റൻറ്റും അത്യാവശ്യം PR ബലത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിൽ അപൂർവം ചിലർ മാത്രമായിരിക്കും മത്സരിച്ച് പോരാടി നിൽക്കുന്നത്. റൈറ്റപ്സുകളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഹൗസിനുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളെ അയാൾ ചിന്തിക്കാത്ത രീതിയിൽ റൈറ്റപ്സുകളും വ്യാഖ്യാനങ്ങളും കൊണ്ട് കോമണർ, കർഷകൻ, മറ്റു തുടങ്ങിയ പല വ്യാഖ്യാനങ്ങളും പല രീതിയിലുള്ള കണ്ടന്റുകളും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് പലരും ഫേസ്ബുക്ക് പിന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് 30 തൊട്ട് 50 വയസ്സുള്ളവരാണ്. അതിനിടയിലുള്ളവർ തന്നെയാണ് ബിഗ് ബോസ് ഷോ കൂടുതലും കണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടും അവരെ പോസിറ്റീവായി കാണിക്കുന്ന രീതിയിൽ കുറിപ്പിട്ടതും അതിനെ ഇങ്ങനെ വളച്ചൊടിക്കേണ്ട കാര്യമില്ല. അനീഷിന് അനുകൂലമായിട്ട് എഴുതി വിടുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇതൊരു സാധാരണ ബിഗ് ബോസ് പ്രേക്ഷകൻ ചെയ്യുന്നതല്ല, വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കുറച്ച് ചെയ്യുന്നതാണ്. അഖിൽ മാരാർ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് അനീഷ് ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിൽക്കുന്നത് PR-ന്റെ ബലത്തിലാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുകയാണ്, അഖിൽ മാരാറും ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിന്നത് PR-ന്റെ ബലത്തിലാണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് നിഷേധിക്കാനാവോ? ഇനി അഥവാ നിഷേധിക്കാനാവുമെങ്കിൽ പുള്ളി അതിനുള്ള തെളിവുകൾ നിരത്തട്ടെ. പിന്നെ തൊപ്പീനെ കൂടുതൽ വിമർശിച്ചുകൊണ്ട് അഖിൽ മാരാർ പറയുന്നൊരു പോയിന്റ് ഉണ്ട്, നമുക്ക് അതും കൂടി എന്തായാലും ഒന്ന് കേട്ടു നോക്കാം. യാഥാർത്ഥ്യബോധത്തോട് ചിന്തിക്കുക. തൊപ്പിയെ പോലെ ഒരാൾ വന്ന് അനീഷിന് വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് വ്യക്തിബന്ധം കൊണ്ടാവാം, അല്ലെങ്കിൽ സ്നേഹം അടുപ്പം കൊണ്ടാവാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അനുമോളോടോ മറ്റേതെങ്കിലും മത്സരാർത്ഥിയോടുള്ള വിരോധം കൊണ്ടാകാം. ഇതൊന്നുമല്ലെന്നുണ്ടെങ്കിൽ പണം മേടിച്ചുകൊണ്ടാവാം. കഴിഞ്ഞ വർഷം തൊപ്പി ഇതൊന്നുമല്ല, ഒരാൾക്ക് നമ്മൾ വോട്ട് ചെയ്യുന്നത് അയാളുടെ പെർഫോമൻസിൻ്റെ ബേസിലാണ്. നമ്മൾ ജനങ്ങളാണെങ്കിലും ഒരാൾക്ക് വോട്ട് ചെയ്യുന്നത് അയാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അയാൾ ഈ ഷോയിൽ നിൽക്കാൻ അർഹനാണെന്നുള്ളൊരു രീതിയിലാണ്. അത് തന്നെയാണ് ഇവിടെ തൊപ്പിയും ചെയ്തിട്ടുള്ളൂ. ചോദിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു. അതെങ്ങനെയാണ് ആ വോട്ട് തൊപ്പി ചോദിക്കാനുണ്ടായ കാരണം എന്നത് എനിക്കന്ന് അറിയാം, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആരാണ് അപ്പോൾ ഇവിടെ PR സംവിധാനം യൂട്ടിലൈസ് ചെയ്യുന്നത്? ഷോ കാണാത്ത ഒരു വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് ആർക്കെങ്കിലും വേണ്ടി വോട്ട് ചോദിക്കുന്നെങ്കിൽ ഗൈസ്, തൊപ്പിയുടെ ഒരു നേച്ചർ പ്രകാരം തൊപ്പി ഒരു ലൈവ് ഇട്ടാൽ അതിൽ കുറഞ്ഞതൊരു 20,000 ഓഡിയൻസ് എങ്കിലും കയറും. അതിലെ ഏറ്റവും പ്രത്യേകത തൊപ്പി പറയുന്നത് അതുപോലെ തന്നെ അനുസരിക്കുന്നവരാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫോളോവേഴ്സ് കുറഞ്ഞൊരു അക്കൗണ്ട് തൊപ്പി എടുത്തിട്ട് പറയുകയാണ് ഇവനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ മറിച്ചൊരു ചിന്തയില്ലാതെ അതങ്ങനെ തന്നെ അനുസരിക്കുന്ന ഓഡിയൻസാണ്. ഒരു ഗ്രൂപ്പിൽ നിന്ന് ബിഗ് ബോസ് ഷോയിലെ മത്സരാർത്ഥി വിജയിക്കണമെന്ന് ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഈ അഖിൽ മാരാർ തന്നെയാണ് ആദ്യം പറഞ്ഞത് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലുള്ളവരും ഈ ഷോയിലേക്ക് വരുന്നതിൽ സന്തോഷമുണ്ടെന്ന്. അതേ അഖിൽ മാരാർ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് മറ്റു പ്ലാറ്റ്ഫോമിലുള്ളവർ ഇവിടെ വരുന്നത് ഒരു PR സ്ട്രാറ്റജി ആണെന്നുള്ള രീതിയിൽ. എന്താണ് അഖിൽ മാരാറെ, ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക.
അതും ഒരു വലിയ ശക്തമായ PR-ന്റെ സ്വാധീനത്തിലാണെന്ന്. അപ്പോൾ അവിടെ PR എന്ന് പറയുന്നത് ഈ കണ്ടല്ലോ, ഇതാണ് സംഭവം. അഖിൽ മാരാറിന്റെ വീഡിയോ കണ്ടതിന് ശേഷം തൊപ്പി ലൈവിൽ വെച്ച് വിളിക്കുകയുണ്ടായി. തനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ വയ്യ എന്നാണ് അഖിൽ മാരാർ മറുപടി നൽകിയത്. അപ്പോൾ തൊപ്പി പറഞ്ഞു, എന്നാ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യേണ്ട, കോളിൽ വരാലോന്ന്. അപ്പോഴും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ തൊപ്പി പറഞ്ഞു, നിനക്ക് വയ്യെങ്കിൽ അനുമോൾക്ക് വേണ്ടി PR പണി ചെയ്യാലേ എന്ന്. അങ്ങനെ അവർ ഒന്നും രണ്ടും പറഞ്ഞ് പ്രശ്നത്തിലായി. അവസാനം തൊപ്പിയുടെ തന്തയ്ക്ക് കയറി അഖിൽ മാരാർ വിളിച്ചു. തൊപ്പിയും ഒട്ടും വിട്ടുകൊടുത്തില്ല. അവസാനം തൊപ്പി അഖിൽ മാരാറിന്റെ വായടച്ച് ഇരുത്തുന്ന രീതിയിൽ ഒരു ഡയലോഗ് അടിച്ച്. നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് കേട്ടു നോക്കാം. ഒന്നുമില്ലെങ്കിൽ ഡിഗ്നിറ്റി ഉണ്ടടാ. ഞാൻ എന്തിനെങ്കിലും എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ നിൽക്കും, സ്റ്റാൻഡിൽ നിൽക്കും. നിന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിയിട്ടില്ല. മനസ്സിലായടാ? തൊപ്പി അവസാനം പറഞ്ഞത് അഖിൽ മാരാർക്ക് ഡബിൾ സ്റ്റാൻഡ് ഉണ്ട് എന്നൊരു രീതിയിലാണ്. പക്ഷേ അത് എനിക്കും തോന്നിയിരുന്നു. കാരണം അനീഷിന് വേണ്ടി തൊപ്പി റിയാക്ട് ചെയ്തതിനെ ഇങ്ങനെ അഖിൽ മാരാർ വളച്ചൊടിച്ചപ്പോൾ സത്യസന്ധമായി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഡബിൾ സ്റ്റാൻഡ് ഉണ്ട് എന്ന് എനിക്കും തോന്നി. ഈ പ്രശ്നത്തിൽ തൊപ്പി തികച്ച് നിരപരാധിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം തനിക്കിഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റിന് വേണ്ടിയാണ് തൊപ്പി വോട്ട് ചോദിച്ചത്. ഇതിൽ അഖിൽ മാരാറാണ് കൂടുതലും പ്രശ്നമുണ്ടാക്കി അതിനെ വളച്ചൊടിച്ച് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമന്റ് ബോക്സിലൂടെ ഒന്ന് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.